നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കനകക്കുന്നിലാണ്. ഇവിടെ ഇപ്പോൾ ട്രാൻസ്പോർട്ട് 2025 എന്ന പേരിലൊരു വാഹന എക്സിബിഷൻ നടക്കുകയാണ്. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ KSRTCയും ചേർന്നാണ് വാഹനങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ കണ്ടത്. അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നു. അതോടൊപ്പം രസകരമായ പല വാഹന വിശേഷങ്ങളും പങ്കിടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹന വിശേഷങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മെക്കാനിക്കലും ഏറ്റവും നല്ല ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സുമാണ് KSRTCയിലുള്ളത്. പക്ഷെ ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് അല്ല. ബൈജുവിനോട് ഒരു ആശയം പറഞ്ഞു, ഒരു മ്യൂസിയം തുടങ്ങി. അതെൻ്റെ മനസ്സിലുണ്ട്. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അവരെ കൂടെ നിൽക്കുന്ന, അവരെ നശിപ്പിക്കാത്ത, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ വാരി വയ്ക്കാത്ത ഒരുത്തൻ. ശരിയാണ്. ഒരു സ്വിച്ച് അമർത്തിക്കൊണ്ട് ഈ സാധനം ഡിസ്മാൻഡിൽ ചെയ്ത് വീട്ടിൽ വയ്ക്കാം. വെച്ചിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാനും കടയിൽ പോകാനൊക്കെ അത് ഉപയോഗിക്കാം. കച്ചവടത്തിന് പോകുമ്പോൾ ഈ സാധനം പിടിപ്പിക്കാം. സ്ട്രെയിൻ ഇല്ല. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ദൃശ്യം 3 അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ മുഖ്യമന്ത്രി വല്ല സന്തോഷിച്ചേ അത് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുകേഷിനോട് പറഞ്ഞ് ഗണേശൻ നമ്മൾ ഈ വരുമ്പോൾ ചേട്ടാ അഭിനയം ഗംഭീരമായിരുന്നു ചേട്ടാ, എന്ത് നല്ല ആക്ടറാണ് ചേട്ടാ, അങ്ങനെയല്ല ചേട്ടാ. അപ്പോൾ മുകേഷ് പറയാം സന്തോഷം കൊണ്ടങ്ങ് തുള്ളിച്ചാടും മനസ്സിൽ. പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇവൻ ആരടാന്ന് എടുത്തിട്ട് ഒരു അലക്കുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നമ്മൾ ദൈവത്തോട് പറയും സമാധാനം തരണേ. സമാധാനം കിട്ടാന്ന് വെച്ചാൽ ബാക്കി എല്ലാം ശരിയെല്ലാം സമാധാനം അതിലെല്ലാം ഉണ്ട്. ഗണേശയുടെ മന്ത്രിയുടെ ഇത്രയും കാലത്തിനിടയ്ക്ക് കൈക്കൂലി ആരെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്നോട് ചോദിക്കത്തില്ല. ഇന്ന് വരെ 2001 വരെ ഞാൻ മന്ത്രിയായി ആരെങ്കിലും ഒരു ഓഫർ പറഞ്ഞത് വന്നിട്ടില്ലല്ലോ. കാരണം ഒരു ഒന്നാമത് വേണ്ടാത്തോണ്ട് എനിക്ക് എന്തോ വീട്ടിൽ ഒരുപാടുണ്ടെന്നുള്ളൊരു ധാരണയുള്ളത് കൊണ്ട് അതായിരിക്കാം. പിന്നെ അത്ര പോരാ. അങ്ങനെ വരത്തില്ല. അങ്ങനെ വന്നാൽ എന്തായിരിക്കും പ്രതികരണം? അയാളുള്ള പ്രതികരണം ചീത്തയെന്ന് പറയത്തില്ല, വേണ്ടാന്ന് പറയാം. നമുക്ക് താങ്ങത്തില്ല. അതുകൊണ്ടാണ് പണ്ട് തൊട്ട് ആനയുള്ള കുടുംബം അറിയുന്നുണ്ട്, ആരും കൊണ്ടുവരുമല്ലോ. അല്ല, ഇതൊന്നും വാങ്ങി വെച്ചാൽ താങ്ങത്തില്ല. അതുകൊണ്ട് എനിക്കത് താല്പര്യം. കാരണം വൈദ്യനും വക്കീലിനൊക്കെ കൊടുത്ത് കളയാനില്ല. ഇങ്ങനെ സമാധാനം പറയാം. ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കണമെന്ന്. വേറെ ഒന്നും വേണ്ട, എനിക്ക് കാശും പണമൊന്നും വേണ്ട, സമാധാനമായിട്ട് ജീവിച്ചാൽ. ശരി, ആരും ഒന്നും കൊണ്ടുപോകുന്നുമില്ല. അല്ല, ഗണേശൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ വനംവകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴും അല്ലെങ്കിൽ പിന്നീട് ഇതിലേക്ക് വന്നപ്പോഴെല്ലാം എന്തെങ്കിലും മാറ്റങ്ങൾ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വരുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മന്ത്രി എന്നുള്ളതിലേക്ക് ഗണേശൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ജനകീയനായ ഒരാളാണ്. അതുപോലെ തന്നെ ജനകീയനായിരുന്നു ഒരു നടൻ എന്നുള്ള നിലയ്ക്ക്. 40 വർഷം ഇരകൾ അല്ലേ, ഇരകൾ മലയാള സിനിമാ രംഗത്ത് 40 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു വലിയ സംഭവമാണ്. അത് ആഘോഷിക്കാത്തത്, അത് ആഘോഷിക്കേണ്ടതല്ലേ? ഞാനിങ്ങനൊന്നും ആഘോഷിക്കാറില്ല. 25 വർഷം തികഞ്ഞായിട്ട് നിയമസഭയിൽ നിന്ന് ഒരു മൊമെൻ്റ് തന്ന് സ്പീക്കർ അനുമോദിച്ചു. അതിൽ സന്തോഷമുണ്ട്. ഞങ്ങളാണ് എല്ലാവരും അറിയുന്നത് ഞാൻ MLA എന്നുള്ളത് 25 വർഷമായി എന്നുള്ളത്. ഞാനിങ്ങനെ ജൂബിലി ആഘോഷിക്കാൻ നിൽക്കില്ല. എന്ന് വരെ ദൈവം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അന്ന് വരെ നിൽക്കും. പക്ഷെ കണ്ണനൊക്കെ ആയിരുന്നു ആഘോഷിക്കേണ്ടത്. 40 വർഷം ആരും ആഘോഷിച്ചില്ല. ബന്ധുമിത്രാദികൾ ആഘോഷിച്ചില്ല. ഞാനത് പിടികൊടുക്കാത്തതുകൊണ്ടാണ്. കാരണം ഞാനൊരു സ്ഥലത്ത് പോയാൽ ഈ മൊമെൻ്റോ ഒന്നും സ്പീക്കർ എന്നുകൊണ്ട് വാങ്ങിച്ചു എന്നുള്ളതല്ല, ഈ മൊമെൻ്റോ ഒന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ഒരു സ്ഥലത്തുനിന്ന് ഒരു ഫംഗ്ഷന് പോയാൽ മൊമെൻ്റോ വാങ്ങിക്കുക, ബൊക്ക വാങ്ങിക്കുക, ഒന്നും വാങ്ങിക്കുക, അതൊക്കെ പൂച്ചണ്ടൊക്കെ അഴുകി പോകും. ഞാൻ എപ്പോഴും വാങ്ങുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു 4-5 നോട്ട് ബുക്ക് തരിക, വരയിട്ടതോ വരയിടാത്തതോ 2 വരയിട്ടതോ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ബാഗോ, അതിനകത്ത് കുറച്ച് സാധനങ്ങൾ തരിക. പാട്ട് ഞാനിത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് എല്ലാ വർഷം സ്കൂൾ തുറക്കുമ്പം അവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം വിതരണം ചെയ്യും. നമ്മളെ കാണാൻ വരുന്നവർ അവർക്കറിയാം, കുഞ്ഞുങ്ങളായിട്ട് വരും. 2 കുട്ടികളുണ്ടെങ്കിൽ അവർ ഏത് ക്ലാസ്സാണെന്ന് ചോദിക്കും. ഈ ബുക്കിനെ കെട്ടി ബാഗ് ഉണ്ടെങ്കിൽ ബാഗ് നിറച്ച് ഒരു കിറ്റ് ഐറ്റം കൊടുക്കും, ബാഗില്ലെങ്കിൽ ബുക്ക് മാത്രം കൊടുക്കും, പേന. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്തുനിന്നും അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ വല്ല ചെടിയുടെ തയ്യോ ഒരു വായിക്കാനൊരു പുസ്തകമോ തന്നാൽ എൻ്റെ കയ്യിലുള്ള പുസ്തകം അല്ലെങ്കിൽ ഞാൻ സൂക്ഷിക്കും, അല്ലെങ്കിൽ അത് എനിക്ക് പരിചയമുള്ള ലൈബ്രറിക്കാർക്ക് കൊടുക്കും. കാരണം ഇതൊന്നും മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ ഈ സാധനം എല്ലാം കൂടെ സിനിമ നടനായിരുന്ന കാലത്ത് കിട്ടിയ സമ്മാനങ്ങളെല്ലാം കൂടി ഈ മൊമെൻ്റോകളുണ്ടല്ലോ, ഇതിരുന്നങ്ങ് പൊടിയൊക്കെ അടിച്ചിട്ട് വീട്ടിനകത്തങ്ങ് ഒരു തുരുമ്പെടുത്ത സ്മെല്ല് വരും. ഈ പൊടി കയറിയിരിക്കാനുള്ള സൗകര്യങ്ങൾ വീട്ടിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പാറ്റയ്ക്കും പൊടിയൊക്കെ കയറിയിരിക്കാനുള്ള സൗകര്യം ചെയ്യാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം കൂടെ വാരിക്കെട്ടി ഒരു സ്റ്റേറ്റ് അവാർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം വാരിക്കെട്ടി ഒരു പെട്ടിക്കകത്ത് വെച്ചിരിക്കുക. കാരണം അത് പ്രദർശിപ്പിക്കാൻ ഒരു നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരു മെഡലൊക്കെ തൂക്കിയിടാൻ ഒരു രസം കാണാം. ഇന്നില്ല. അതുകൊണ്ട് അത് കാരണം എനിക്ക് അങ്ങനെ പൊടി അടിച്ചിരിക്കുന്നത് വൃത്തിയുടെ കാര്യത്തിൽ ഇച്ചിരി പ്രശ്നമാണ്. അതുകൊണ്ട് പൊടി ഇരിക്കുന്നതൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് വെളി വയ്ക്കാറില്ല. ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി ഒന്ന് പൊടി അടിച്ചിട്ട് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ഇത് ആർക്കും പ്രയോജനമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ബുക്കാണ് കിട്ടുന്നതെങ്കിൽ ഒരു കുഞ്ഞിന് സ്കൂൾ തുറക്കുമ്പോൾ സർക്കാർ ടെക്സ്റ്റ് ബുക്ക് അടിച്ചു കൊടുക്കും. പക്ഷെ മണമുള്ളൊരു നോട്ട് ബുക്കിൻ്റെ പശയുടെ മണമുള്ളൊരു ബുക്കുണ്ട്, അതിങ്ങനെ തുറന്ന് മണപ്പിക്കണം. അത് മണപ്പിക്കാൻ അവർക്ക് അവസരം കൊടുക്കാമെന്നാണ്. സാധാരണക്കാര കുട്ടികൾ 1 വർഷം പഠിച്ചിട്ട് അതിൻ്റെ മറുവശത്ത് നിന്ന് എഴുതുക, അതൊന്നും വേണ്ട. പുത്തൻ ബുക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു മുറി നിറച്ച ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു, കംപ്ലീറ്റ് തീർന്നു. സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് തീർന്നു. വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഏത് ക്ലാസ്സാണെന്ന് ചോദിക്കും. വീട്ടിൽ പല കാര്യങ്ങൾക്കും വരുന്ന അമ്മമാരുടെ കൂടെ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾ അല്ലാതെ ഈ ബുക്ക് കൊടുക്കും നിറഞ്ഞ് തന്നെ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ അറിയിക്കും, അവർ വരും, ഉള്ളപ്പോഴേ മൊത്തം കൊടുക്കും.
മരിക്കുമ്പോൾ ഒന്ന് കൊണ്ടുപോയി ഒട്ടുസൂചി പോലും പറ്റില്ല. കാരണം നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ കുഴിച്ചിടുമെന്ന് പോലും പറയാൻ പറ്റില്ല. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് പറയാനൊക്കത്തില്ല. പിന്നെ ഇത് കഴിഞ്ഞ് മക്കളെ കൂടെ എങ്ങനെ അടിക്കും എന്നും പറയാൻ അതൊന്നും വേണ്ട. എന്തായാലും ഗണേശൻ എന്തായാലും കൂടെ കൊണ്ടുപോകുന്ന ആഗ്രഹമുണ്ട്. വണ്ടികളും അറ്റ്ലീസ്റ്റ് ആ ടോയ് കാറെങ്കിലും ആയിരിക്കും പോകുമ്പോൾ. അത് മക്കൾക്കും വേണ്ട. അതായത് തമാശ ഈ റിമോട്ട് കൺട്രോൾ കാറൊക്കെ കളിക്കുമ്പോൾ യവന്മാർ എന്നെ നോക്കിയിരിക്കുന്നതല്ലാതെ ഇവനൊന്നും എടുത്ത് വെച്ച് കളിക്കുന്നില്ല. അവന്മാർക്ക് വേണ്ട. അവന്മാർ ടി വിയും മറ്റേ കമ്പ്യൂട്ടറും മറ്റേ ഗെയിമും ഒക്കെയാണ്. ഈ അച്ഛൻ്റെ ഇത് അത്ര പോരാ. ഗണേശന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എന്താണ്? സിനിമ നടന്നുള്ള ഒരു ജീവിതമാണോ അതോ ഒരു മന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ജീവിതമാണോ? രണ്ടിനും രണ്ട് തരം സംതൃപ്തിയാണ്. സിനിമ നമ്മളൊരു നല്ല കഥാപാത്രം അവതരിപ്പിച്ചു, ആ സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ അതിയായ ഒരു ആഹ്ലാദമുണ്ട്. നമ്മൾ ചെയ്ത് നമുക്കൊരു അവസരം കിട്ടി, ആ അവസരം നന്നായി ഉപയോഗിച്ചു ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത ജോലിയോടുള്ളൊരു അപ്രീസിയേഷൻ. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നമ്മൾ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു റോഡ് പണിതു അല്ലെങ്കിൽ ഒരു പാലം പണിതു അത് പറയുമ്പോൾ ഉള്ളൊരു അപ്രീഷിയേഷൻ. സാറേ നമുക്ക് നല്ല സൗകര്യമായി. ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി എന്നെ കണ്ടു പറഞ്ഞു, സാറേ അവിടെ കൂടെ റോഡ് ഒരിക്കലും വരുമെന്ന് വിചാരിച്ചില്ല, നല്ല റോഡാണല്ലോ സാറേ, ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു സന്തോഷം, ആ നിമിഷം ഒരു സന്തോഷമുണ്ട്. കാരണം അവർക്ക് ഒരു ദുർഘടം പിടിച്ചൊരു സ്ഥലത്ത് കൂടി പോകാൻ അവർക്കൊരു അവസരം കിട്ടി, അത് നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതുണ്ട്. പിന്നെ ഒരു മന്ത്രി എന്ന നിലയിൽ KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കൊടുത്തു. അവർ സന്തോഷത്തോടെ ഞങ്ങളെ സാറ് ശ്രദ്ധിച്ചല്ലോ, ഞങ്ങളുടെ മന്ത്രി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അതെനിക്ക് വലിയ ആഹ്ലാദം തരുന്ന കാര്യമാണ്. കാരണം 10-22,000 തൊഴിലാളികൾ പല ട്രേഡ് യൂണിയനിലുള്ളവരുണ്ട്. അവരെ ശ്രദ്ധിക്കേണ്ടത് അവരെന്നെ സ്നേഹിക്കുന്നുള്ളതാണ്. പാർട്ടിക്ക് അതീതമായിട്ട് രാഷ്ട്രീയമൊന്നുമല്ല. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അവരെ കൂടെ നിൽക്കുന്ന, അവരെ നശിപ്പിക്കാത്ത, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ വാരി വയ്ക്കാത്ത ഒരുത്തൻ ശരിയാണ് എന്നൊരു സ്നേഹമുണ്ട്. അതാണ് ഞാൻ ആഹ്ലാദിക്കുന്നൊരു കാര്യം. എൻ്റെ അടുത്ത് ഗണേശൻ ഒരിക്കൽ ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ അടുത്ത് പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമുക്ക് ഈ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മെക്കാനിക്കലും ഏറ്റവും നല്ല ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സുമാണ് KSRTCയിലുള്ളത്. പക്ഷേ ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, ബൈജുവിനോട് ഒരു ആശയം പറഞ്ഞു, ഒരു മ്യൂസിയം തുടങ്ങി. അതെൻ്റെ മനസ്സിലുണ്ട്. അത് ഞാനൊന്ന് പരിശ്രമം നടത്തുന്നത്. എന്താ സംബന്ധിച്ചാൽ നമ്മൾ ഈ കേരളത്തിൽ പല വാഹനങ്ങളും ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട പല വാഹനങ്ങളും, ഇപ്പോൾ കാറായാലും സ്കൂട്ടറായാലും എല്ലാം കേരളത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ അത്ര ഒരു സീരീസ് ഓഫ് വീഡിയോ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഒരു ദിവസം ഗണേശേട്ടൻ്റെ ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു, ഇത് ഗണേശേട്ടൻ ശ്രദ്ധിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു. 2 ദിവസത്തിനകം എന്നെ വിളിക്കുകയും ചെയ്തു, നമുക്കൊരു മ്യൂസിയത്തിൻ്റെ പ്ലാൻ ഇടാന്നൊക്കെ പറഞ്ഞു. നമുക്കതൊന്ന് സജീവമായിട്ട് റെഡിയാണ്. അത് എനിക്കൊന്ന് സംഘടിച്ചാണ്. എനിക്ക് ഒരു കാര്യം പരിചയമില്ല. KSRTC ഒരു ടീമിനെ ഞാൻ തരാം, KSRTC CMDയെ തന്നെ തരാം. ഞങ്ങളിത് ബൈജു പറഞ്ഞ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടു. പഴയ ചിത്രങ്ങൾ, പഴയ KSRTC പറ്റിയ പഴയ ചിത്രങ്ങൾ, ബസ് സ്റ്റേഷൻ്റെ, അങ്ങനെ വളരെയധികം ചിത്രങ്ങൾ, 500-500-ലധികം ചിത്രങ്ങൾ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഇതിനെ നമ്മളൊന്ന് പ്രിന്റ് ചെയ്ത് വെക്കുക, അതൊരു പ്രദർശനം. പിന്നെ കിട്ടാവുന്ന വണ്ടികൾ എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാം. പിന്നെ ചില വണ്ടികളെയൊക്കെ കണ്ടീഷനാക്കി എടുക്കാൻ KSRTC മെക്കാനിക്കുകൾ കഴിയും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ശാസ്ത്രജ്ഞന്മാരാണ് ഇതിനകത്തുള്ളത്. മൂന്നാറിലൊരു ഡബിൾ ഡെക്കർ ഓടുന്നു, ഗ്ലാസ് കൊണ്ടൊരു ഡബിൾ ഡെക്കറിന് ഞാനിങ്ങനെ വരച്ചു കൊടുക്കാൻ. ഈ സാധനത്തിനെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവന്നത്, നല്ല കർവ്ഡ് ഗ്ലാസ് ഒക്കെ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് അത് കൊണ്ടുവന്നതൊക്കെ KSRTC എഞ്ചിനീയർമാരും ജീവനക്കാരും. ആ സാധനം കണ്ടാൽ എന്നോട് അശോക് ലേലൻ്റെ കമ്പനിക്കാർ ചോദിച്ചത്, സാർ ഇത് എവിടെയാണ്, ഡൽഹിയിലാണോ ബോംബെയിലാണോ ചെയ്തതെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, പാപ്പനം കൂടെ ചെയ്തത്. KSRTCയിലെ മെക്കാനിക്കുകളുടെ സ്കില്ലാണത്. അത് കണ്ടു കഴിഞ്ഞാൽ ഇത് വേറെ ഏതോ വെളി രാജ്യത്ത് പെയിന്റിങ് പോലും ശ്രദ്ധിക്കണം. അതിൻ്റെ വേറെ ഏതോ രാജ്യത്ത് നിന്ന് വന്നിറങ്ങിയൊരു സാധനം പോലും. പക്ഷേ ഇമ്പോർട്ട് ചെയ്തൊരു സാധനം പോലുള്ള ക്വാളിറ്റി ഉണ്ടാക്കാനൊക്കെ നമുക്ക് പറ്റും. അവർക്ക് അവസരമില്ലാത്തതുകൊണ്ട് അവർ പല ഇൻവെൻഷനും നടത്താറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു സ്കൂട്ടർ വെച്ചിട്ടുണ്ട്. സ്കൂട്ടറിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ബോക്സ് KSRTCയിലെ ഒരു മെക്കാനിക് വിനോദ് ഉണ്ടാക്കിയതാണ്. വിനോദിന് ഐഡിയ കൊടുത്ത ഞാനാണ്. വിനോദിൻ്റെ ഒരു പേറ്റന്റ്, അത് ന്യൂമാറ്റിക് ആണ്. സ്വിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇത് മാറും. അതായത് ഒരു സ്ത്രീക്ക് വ്യാപാരത്തിന് വേണ്ടി പോകാം. നമ്മുടെ വീട്ടിലൊരു ചെറിയ സ്കൂട്ടറുണ്ട്. ഈ സ്കൂട്ടറിനോടൊപ്പം ഇതുകൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്കിപ്പം മത്സ്യത്തിൻ്റെ കച്ചവടമാവാം, പച്ചക്കറി ആവാം, അല്ലെങ്കിൽ ഒരു തട്ടുകടയാവാം. ഈ ഇതിനോട് അറ്റാച്ച് ചെയ്ത് പോവുകയാണ്. നമ്മൾ തായ്ലൻഡിലൊക്കെ കണ്ടിട്ടുണ്ട്. തായ്ലൻഡ് ആ സാധനം ഞാൻ അവരടുത്ത് കോപ്പി അടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരടിച്ചു. വളരെ മനോഹരമായിട്ട് എൻ്റെ ഇതൊക്കെ വെച്ചിരുന്നു, ടോയ്സ് ഒക്കെ വെച്ചിരുന്ന അടുത്ത സ്റ്റോളിൽ ഇത് വെച്ചിട്ടുണ്ട്. ഒന്ന് കാണാം. അതൊന്ന് കണ്ടിട്ട് ബൈജു ആ വിനോദം ഞാൻ പരിചയപ്പെടുത്താം. വിനോദ് ഒരു ഭയങ്കര നല്ല പലഹാരമുണ്ട്. വേറൊരു പയ്യനുണ്ട്, അയാൾ ഒരു ജാക്കി ലിവർ ഉണ്ടാക്കി. വെച്ചാൽ കണ്ടാൽ ജപ്പാനിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. അതിൻ്റെ കളറിങ്ങൊക്കെ ഒന്ന് കാണാൻ കേട്ടോ, ഫിനിഷിങ്. ഈ സാധനം അവിടെ കിടന്ന സാധനങ്ങൾ വാരി പറക്കി, ഏതാ വേസ്റ്റ് കിടന്ന സാധനം അത് വാരി പറക്കി ഉണ്ടാക്കിയാണ്. അതായത് ഓളോ ബസ്സിൻ്റെയും സ്കാനിയ ബസ്സിൻ്റെയും ഗിയർ ബോക്സ് ഇറക്കാനുള്ള 10-12 പേര് ഇറക്കാം. ഈ സാധനം ഒരാൾക്ക് ഇതിനടിയിലോട്ട് കയറ്റി വെച്ചിട്ട് ഇറക്കാം. ആ സാധനം ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഇവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക എയർ കണ്ടീഷൻ വർക്ക്ഷോപ്പ് തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നതിന് ശേഷം ഇവർക്ക് പല ഇൻവെൻഷൻസും ഉണ്ട്. ഇവർ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലോക്കിൽ ഒരു എയർ കണ്ടീഷൻ ചെയ്ത ഒരു പ്രത്യേക സാധനം. ഈ വർക്ക്ഷോപ്പ് വളരെ വലുതാണ്, അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വർക്ക്ഷോപ്പിനെ നമ്മൾ ചെറുതാക്കി. ഇപ്പോൾ എഞ്ചിൻ തന്നെ എടുക്കാം. അതിൽ ഐലൻഡിൻ്റെ എഞ്ചിനും ടാറ്റയുടെ എഞ്ചിനും ഇവിടെ ചെയ്യുന്നുണ്ട്. നേരത്തെ ടാറ്റ മാത്രമേ ലൈനിൽ ഒരു മാസം KSRTC ചെയ്തുകൊണ്ടിരുന്നത് 13 എഞ്ചിനാണ് റീകണ്ടീഷൻ ചെയ്യുന്നത്.
ഇപ്പോൾ 43 എഞ്ചിനാണ് റീവാലുവേഷൻ ശരി. ഒരു മാസം അതേ സ്ഥലത്ത്. അതായത് ഇത് ഒരു ചെയിനിൽ വരും സാധനം, വന്നിട്ട് ഈ പാർട്സ് എല്ലാം എടുത്ത് വയ്ക്കും, അവരെ മുമ്പിലിരിക്കും. ഇപ്പോൾ AC ആണ് മുറി, അപ്പോൾ ഇപ്പോൾ സ്ട്രീനിക്കത്തില്ല, അവരിങ്ങനെ നിന്ന് പണിതുകൊണ്ടിരിക്കും, പാർട്സ് എല്ലാം എടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ പ്രൊഡക്ടിവിറ്റി 13-ൽ 43-ലേക്ക് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പോഴൊക്കെ എഞ്ചിൻ സ്പെയറാണ് നമുക്ക്, മറ്റേ എഞ്ചിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല, സ്പെയർ ആണല്ലോ. പിന്നെ നമ്മൾ വണ്ടികൾ പൊളിക്കും. ഇപ്പോൾ പറഞ്ഞ വണ്ടി ഒരു 8 വർഷമായ വണ്ടികൾ പൊളിച്ച് കഴിയുമ്പോൾ അടിയെല്ലാം തുരുമ്പെടുത്തി ഇതെല്ലാം എടുത്തും കളഞ്ഞിട്ട് പുതിയ സാധനം ചെയ്യും, പുതിയ തകിടിടും, പുതിയ പെയിൻ്റ് അടിക്കും, പുതിയ സീറ്റ് വയ്ക്കും, ബ്രേക്കെല്ലാം പരിശോധിക്കും, വേണം ഈ എഞ്ചിന് മാറ്റും. എഞ്ചിൻ ഒരു 9 ലക്ഷം കഴിയുമ്പോൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്, നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ ലൈലൻറ്റിൽ നിന്ന് ടാറ്റയിൽ നിന്ന് നമ്മൾ എഞ്ചിൻ മാത്രമായിട്ട് വാങ്ങാറുണ്ട് സാർ. അത് വാങ്ങിയിട്ട് അതങ്ങ് കയറ്റി കഴിഞ്ഞാൽ ഈ വണ്ടി അടുത്തൊരു 8 വർഷം കൂടി ഓടും, പുത്തനായിട്ട് ഓടും. ഇതാണ് ഇപ്പം ചെയ്യുന്ന ടെക്നിക്ക്. ഒരു വണ്ടി വാങ്ങണമെങ്കിൽ 48 ലക്ഷം രൂപ 50 ലക്ഷം രൂപ വേണം. ഒരു എഞ്ചിനും കൂടെ മാറ്റിയാലും ഒരു 7 ലക്ഷം രൂപയ്ക്കുള്ളാവും. എഞ്ചിനും ഗിയർ ബോക്സ് മാറ്റിയാൽ പോലും. മാറ്റാതെ ആണെങ്കിൽ വണ്ടി ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് KSRTC പണിത് പുതുതായിട്ട് ഇറക്കാം. അങ്ങനെ എഞ്ചിൻ മാറ്റേണ്ടാത്ത വണ്ടികളുണ്ട്. അതൊക്കെ ഒരു 1.5 ലക്ഷം രൂപയ്ക്കുള്ളാവുന്നത് 65,000 രൂപ മുതൽ 1,80,000 രൂപയ്ക്കകത്ത് നമുക്കിത് പണിതിറക്കാം. ഓൾവോ ബസ്സുകൾ ലോ ഫ്ലോർ എല്ലാം പണിതിറക്കി ഒരു വണ്ടിക്ക് 6 മുതൽ 7 ലക്ഷം രൂപ ചിലവാണ്. ഓൾവോയുടെ പാർട്സ് വളരെ വില കൂടി. അതും ഇതുപോലെ തന്നെ ബോഡിയെല്ലാം മാറ്റി വേറെ തകടടിച്ച് പെയിൻ്റ് അടിച്ച് സീറ്റെല്ലാം മാറ്റി ഫ്രഷ് ആക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്ന എല്ലാ പാർട്സും നമ്മൾ ഇളക്കി മാറ്റും, എന്നിട്ട് പുതിയ വയ്ക്കും. അപ്പോൾ വണ്ടി വഴി കിടക്കില്ല, പുതിയ വണ്ടി. അതായത് 3 കോടി രൂപ വരെയുള്ള വണ്ടി വേണമെങ്കിൽ അങ്ങ് കളയാം, അത് പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു 7-8 ലക്ഷം രൂപ വിലവാക്കിയാൽ ഇവൻ വീണ്ടും ലൈവ് ആവുകയും നമുക്ക് ഉപയോഗപ്പെടുകയും ചെയ്യും. നമ്മൾ ഈ വേസ്റ്റാക്കി കളയരുത്. നല്ല വർക്കേഴ്സ് ഉണ്ട്, നമ്മൾ അവർക്ക് ഇൻവെൻഷൻ നടത്താൻ വേണ്ടി മാത്രം ഒരു ലാബ് പോലെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തില്ല, റെഡിയായി കിടക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യും. പിന്നെ ഗിയർ ബോക്സ് പണിയുന്നതും എയർ കണ്ടീഷൻ വർക്ക്ഷോപ്പിലേക്ക് മാറ്റി, ബ്രേക്ക് പണിയുന്നത് അങ്ങോട്ട് മാറ്റി, എല്ലാം ബ്രേക്ക് അസംബ്ലി എല്ലാം അവർ പണിയുന്നത്, ക്ലച്ച് അസംബ്ലി ഇതെല്ലാം പണിയുന്നത് ഓരോരോ ചെറിയ ക്യൂബിക്കിൾസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് AC ചെയ്തിട്ട് അതിനകത്താണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെ വർക്കിംഗ് സാഹചര്യം മാർഗപ്പെടുത്തി. എനിക്കൊന്ന് അൺസങ് ഹീറോസ് ആയിരുന്നു അവർ. ഈ പ്രോത്സാഹനം കിട്ടിയപ്പോൾ അവരൊക്കെ മുന്നിലേക്ക് വന്നു എന്നുള്ള. ഇപ്പോൾ അവർ ആ വണ്ടി തന്നെ കണ്ടു നോക്കണം, അതിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്നതാണ് കാണുന്നത്. കാരണം ഒരു സ്ത്രീക്ക് ഒരു സ്വിച്ച് അമർത്തിക്കൊണ്ട് ഈ സാധനം ഡിസ്മാൻഡിൽ ചെയ്ത് വീട്ടിൽ വയ്ക്കാം, വെച്ചിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാനും കടയിൽ പോകാനൊക്കെ അത് ഉപയോഗിക്കാം. കച്ചവടത്തിന് പോകുമ്പോൾ ഈ സാധനം പിടിപ്പിക്കാം, സ്ട്രെയിൻ ഇല്ല. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, ഒരു സ്വിച്ചാണ്. അത് വിനോദ് ചെയ്ത സാധനമാണ്. ഒരു ന്യൂമാറ്റിക് ഡോറിന്റെ ഒരു സാധനം വെച്ചിട്ടാണ് ചെയ്തത്. അത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞു അതിന് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ മാറിയിരിക്കും. ഇത് വീട്ടിൽ ഇപ്പം മത്സ്യ കച്ചവടം ആണെങ്കിൽ അല്ലെങ്കിൽ ഐസ്ക്രീം കച്ചവടം ആണെങ്കിൽ വീട്ടിലെ ഫ്രീസർ പ്ലഗിൽ കുത്തിയിടും, ഫ്രീസായി കിടക്കും. സമയം എടുത്തുകൊണ്ട് പോയാൽ പോരെ. പോയി ഒരു 5-6 മണിക്കൂർ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും പ്ലഗിൽ കുത്താമല്ലോ. വലിയ കമ്പനികളൊക്കെ കോടികൾ R&D മുടക്കി ചെയ്യുന്ന ഒരു സാധനമാണ്. അവിടെ കണ്ടൊരു സാധനം ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീത്ര എഞ്ചിനീയറിംഗ് കോളേജ് KSRTC അവിടുത്തെ കുട്ടികളോടാണ് ആദ്യം പറഞ്ഞത്. അവരൊരു പ്രോട്ടോടൈപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വന്നു, പക്ഷേ ഫിനിഷ് ചെയ്തതും ഈ ന്യൂമാറ്റിക് സിസ്റ്റം കൊണ്ടുവന്നല്ലേ വിനോദാണ് അതിൻ്റെ ശരിക്കും വന്ന് കാണണം. പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്, അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ കുടുംബശ്രീക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. കാരണം സ്ത്രീകൾക്ക് സ്കൂട്ടറുകളുണ്ട്, അവർക്ക് ഈ സാധനം കൂടി വാങ്ങിച്ചു കൊടുത്താൽ അവരെന്തെങ്കിലും ഒരു സെയിൽ ചെയ്ത് ജീവിക്കും. അതിന് മേളിൽ കുടയൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മുടെ കുടയൊക്കെ മടക്കി വെച്ചിട്ട് അംഗീകരിക്കുമോ? സൈഡിൽ അങ്ങനെ ഒരു അംഗീകരിക്കും. ഒരു സൈഡ് കാറാണെങ്കിൽ അംഗീകരിക്കും. സൈഡ് കാർ എപ്പോഴും അംഗീകാരം കിട്ടും. ആ സൈഡ് കാറാണ് നമ്മൾ ഈ സൈഡ് കാറിനെ നമ്മൾ ഒരു കച്ചവടത്തിന് ഉപയോഗിക്കും. പഴയ ഷോലയിൽ കാണുന്ന സൈഡ് കാറാണ്. അതിനെ ഒരു അത് വേണമെങ്കിൽ അതിപ്പം ഒരു ട്രെൻഡാകുകയാണെങ്കിൽ KSRTCക്ക് അത് വ്യാവസായിക KSRTC അതിൻ്റെ അനുവാദം വാങ്ങാനും അതിൻ്റെ പേറ്റന്റ് എടുക്കാനും തീരുമാനിച്ചു. അതിൻ്റെ പേറ്റന്റ് KSRTC അത് വിനോദം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പല സാധനങ്ങൾക്കും പേറ്റന്റ് എടുക്കാൻ KSRTC കഴിയും. KSRTC ഒരുപാട് ഇൻവെൻഷൻസ് അവർ ഈ വിനോദ് തന്നെ ഒരു ഇൻസുലിനേറ്റർ ഉണ്ടാക്കി, പുക വരില്ല. അതിന് പുള്ളി ചെയ്തേക്കുന്നത് ഇതിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ അടുത്തൊരു വലിയ മോട്ടോർ വെച്ച് ചെയ്യുക. ഈ മോട്ടറിൽ നിന്ന് ഒരു കാറ്റടിക്കും, ഈ കാറ്റ് ഇതിനെ ആളി കത്തിക്കും. അപ്പോൾ ചൂട് മാത്രമേ പുറത്തേക്ക് വരത്തുള്ളൂ, പുക വരത്തില്ല. ഈ ആളി കത്തുന്നതോടൊപ്പം ഇതിൻ്റെ ഹോട്ട് എയർ അങ്ങേ അറ്റത്ത് വരും. അവിടെ വരുമ്പോൾ ഒരു ബോക്സ് ഉണ്ട്, ഒരു നെറ്റും ഉണ്ട്. ഈ ബോക്സിനകത്ത് നനഞ്ഞ വേസ്റ്റ് വാരി ഇടുക. ഇത് കുറച്ചിനെ കത്തി കഴിയുമ്പോൾ ആ നനഞ്ഞ വേസ്റ്റ് ഡ്രൈ ആയി, അതിനെ വാരി ഇതിലിടുക, കത്തും. ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത നനഞ്ഞ വേസ്റ്റ് അപ്പുറത്തിടുക. അപ്പോൾ ഈ ചൂട് കാറ്റ് മാത്രമേ ചെല്ലുള്ളൂ. അതൊക്കെ അവരുടെ ഒരു ഭയങ്കര ഒരു വൈഭവമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് മിടുക്കന്മാരുണ്ട്. ഈ ഡബിൾ ഡക്കർ എന്നൊക്കെ പറയുന്ന ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് വേണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ചെല്ലുമ്പോൾ നമ്മളെ വലിയ തരത്തിൽ അവരത് ചെയ്തു വെച്ചു. ഞാനിങ്ങനെ രണ്ട് കണ്ണാടി അവർ പറഞ്ഞല്ല സാറേ നമുക്ക് കർവ്ഡ് ഗ്ലാസ് തന്നെ വരുത്തി, അങ്ങനെ ബോംബെയിൽ നിന്ന് വരുത്തി, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇത് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് ഇതിനെ ഒരു തട്ടുകടയായിട്ട് ഉപയോഗിക്കാം. ഐസ്ക്രീം കച്ചവടമാണ് അവർക്ക് താല്പര്യമെങ്കിൽ അതിനെ ആ രൂപത്തിലോട്ട് മാറ്റാം. അതിൽ ഹോം മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കി കടകളിൽ വിൽക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും
റോഡ് സൈഡിൽ കൊണ്ട് നിർത്തി ഇത് കച്ചവടം ചെയ്യാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് കച്ചവടം ഇല്ല എങ്കിൽ അത് ഉടനെ തന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അതിലുപരി ഈ കാരിയറും സ്കൂട്ടറും അല്ലെങ്കിൽ ബൈക്ക് ഈസിയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്ത് ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ ഉപയോഗത്തിലോട്ട് കൊണ്ടുപോകാം. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് നമ്മുടെ നിർദ്ദേശമല്ല, ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ആശയം ഞങ്ങളത് നടപ്പിലാക്കി എന്നുള്ളതേ ഉള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിനോദിൻ്റെ ഒക്കെ പേരെടുത്ത് പറഞ്ഞല്ലോ, ഒരു മന്ത്രി എന്നെ ഐഡന്റിഫൈ ചെയ്തു എന്ന് ഒരു ജീവനക്കാരന് തോന്നുമ്പോൾ ഒരു സന്തോഷം തീർച്ചയായിട്ടും വളരെ ഇല്ല. പല വേദികളിലും അവർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ വളരെ നല്ല മിടുക്കന്മാരായ ആൾക്കാരുണ്ട്. അവരുടെ ഒരു ആത്മാർത്ഥയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഡബിൾ ഡെക്കറിൻ്റെ പണി നടക്കുകയാണ്. അവർ അതൊക്കെ നമ്മളൊന്നും അറിയണ്ട. അതെവിടെയാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് തന്നെ അവിടുത്തെ ട്രാൻസ്പെറൻറ്റ് കുറച്ചുകൂടി ട്രാൻസ്പെറൻറ്റ് ആവും. കുറച്ചുകൂടി അവർ പഠിച്ചു കുറച്ച്. അതെവിടെ ഓടിക്കാനാണ് അപ്പോൾ നമ്മൾ മൂന്നാറിൽ ഇപ്പോൾ ഉള്ള വണ്ടി 3 ട്രിപ്പാണ് പോകുന്നത്. ഫുൾ കളക്ഷനാണ്, ഫുള്ളായിട്ടാണ്. ഒരു ദിവസം നമുക്കൊരു 40,000 to 45,000 റുപ്പീസ് ലാഭമാണ്. നമ്മളെല്ലാത്തിൻ്റെയും ലാഭം നോക്കും ഓരോ വണ്ടിയുടെ. ഇപ്പോൾ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ചെറിയ വണ്ടി AC വന്നത് ഒരു ദിവസം 10,000 to 15,000 റുപ്പീസ് പ്രോഫിറ്റ്. മൈലേജ് കൂടുതൽ കിട്ടും. ഈ വന്ന വണ്ടികളൊക്കെ മൈലേജ് കൂടുതൽ. ഈ വന്നിരിക്കുന്ന ടാറ്റയുടെ സൂപ്പർ ഫാസ്റ്റിന് പോലും നേരത്തെ ഉള്ള വണ്ടിയേക്കാൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മൈലേജ് കൂടുതൽ കിട്ടുന്ന പുതിയ ടെക്നോളജി. ഓൾവോ വന്നതിനും അവർ പറയുന്ന ഒരു 3.5 കിലോമീറ്റർ കൂടുതലായി 3.5 കിലോമീറ്റർ ഡീസലിന് കിട്ടുന്നതാണ് അവർ പറയുന്നത്. ഓൾവോയുടെ പുതിയ ടെക്നോളജിയാണ് വന്ന വണ്ടി. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഓൾവോയേക്കാൾ ഇതിനൊരു 3.5 കിലോമീറ്റർ വരെ, 3.5 മുതൽ 4 കിലോമീറ്റർ വരെ ഒരു നോർമൽ 60-80 സ്പീഡിൽ പോയാൽ കിട്ടുന്ന 100 വരെ ആ മൈലേജ് കിട്ടുന്നതാണ് 100 കിലോമീറ്റർ വരെ. അപ്പം അത് എല്ലാം ഈ ടാറ്റയുടെ വണ്ടി വാങ്ങിച്ചാൽ എല്ലാം മൈലേജ് കൂടിയ വണ്ടിയാണ്. ചെറിയ മിനി ബസ്സൊക്കെ വാങ്ങിച്ചേക്കുന്നതിന് ഞങ്ങൾ ട്രയൽ ഓടി നോക്കിയതാണ്. വിത്ത് പാസഞ്ചർ ഒരു പഴയ വണ്ടിയാണ് അവർ തന്ന ട്രയൽ. ആ വണ്ടിക്ക് 7 കിലോമീറ്റർ 7.5 കിലോമീറ്റർ വരെ കിട്ടും. ബ്രാൻഡ് ന്യൂ വണ്ടിയാകുമ്പോൾ കുറച്ചുകൂടെ കിട്ടും, പുതിയ വണ്ടി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു വാഹന ഭ്രാന്തൻ ആയിട്ടുള്ള ഒരാൾ അതേ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് വന്നുള്ള കാര്യങ്ങൾ ഇത് ഈ പറഞ്ഞ പോലെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ആവേശം നമുക്ക് ആ വാക്കുകളിൽ കാണാം. കാരണം അതാണ് ആ ഒരു സന്തോഷത്തോടുകൂടിയാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ ഒരു സുഖമാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത്. എങ്കിൽ പോലും ഡു യു മിസ് സിനിമ? തീർച്ചയായിട്ടും. സിനിമ ഇപ്പം ഞാൻ ദൃശ്യം 3 അഭിനയിക്കുന്നു. ഉണ്ട്, അടുത്ത മാസം ദൃശ്യം 3 അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ മുഖ്യമന്ത്രി വല്ല സംശയിച്ചേ അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും 2 പാട്ട് കണ്ടതായിരിക്കും. വീണ്ടും അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അഭിനയിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം. അപ്പോൾ എത്ര കാലം ഇപ്പം ഗണേശൻ ലാസ്റ്റ് അഭിനയിച്ചിട്ട്? ഇപ്പം മന്ത്രി അന്വേഷണം അഭിനയിച്ചില്ല. അവസാനം അഭിനയിച്ച ഗഗനചാരിയാണ്. അതെ, നേര് അത് കഴിഞ്ഞ് ഗഗനചാരി വളരെ വ്യത്യസ്തമായ നല്ലൊരു ക്യാരക്ടർ. അവരുടെ തന്നെ ഒരു പടത്തിന് വല എന്നൊരു പടത്തിന് വിളിച്ചിട്ടുണ്ട്. അജു വർഗീസും അരുൺ ചന്തുമായിട്ട് ചെയ്യുന്ന പടം, അതിന് വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ദൃശ്യമാണ് ആദ്യം. ജിത്തു നേരത്തെ പറഞ്ഞിരുന്നത്. ഞാൻ മുഖ്യമന്ത്രിയുടെ പെർമിഷൻ ചോദിച്ചു, അദ്ദേഹം എഗ്രി ചെയ്തു. കാരണം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർമിഷൻ വേണം, MLA ആയിരിക്കുമ്പോൾ വേണ്ട. അദ്ദേഹം വളരെ സന്തോഷമായിട്ട് പറഞ്ഞപ്പോൾ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഗണേഷ് കുമാർ എന്ന നടനെ മിസ്സാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഈ പറഞ്ഞ ഞാനും ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു നടനായി അറിയപ്പെടുന്നു. ആണല്ലേ? ഞാൻ രാഷ്ട്രീയക്കാരനായിട്ട് അറിയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. മറ്റൊന്നുമല്ല, അച്ഛൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഒരുപാട് സങ്കടങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അധികാരമൊക്കെ ലഭിച്ചു എന്നുള്ളതല്ല, ഒരു സങ്കടം. ഇതിൻ്റെയൊക്കെ മറുവശം കൂടിയുണ്ട്. ഈ അധികാരം കിട്ടിയില്ലേ, അധികാരത്തിരുന്നതിൻ്റെ പ്രശ്നം. അതിനപ്പുറത്ത് ഹൃദയം മനസ്സിനെ വേദനിപ്പിക്കുന്ന കുറേ മനസ്സാണ് വളരെ വലുത്. ശരി. ബൈബിളിൽ പറയുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമാധാനത്തിന് വേണ്ടി സമാധാനം നഷ്ടപ്പെടുന്ന ഒരു പണിയായതുകൊണ്ട് ഇത് വേണ്ട എന്നുള്ളതായിരുന്നു അമ്മയുടെ അന്നത്തെ ഒരു നിഗമനം. ഇപ്പം പിന്നെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നമ്മൾ ദൈവത്തോട് പറയും സമാധാനം തരണേ, സമാധാനം കിട്ടാന്ന് വെച്ചാൽ ബാക്കി എല്ലാം ശരിയല്ല. സമാധാനം അതിലെല്ലാം ഉണ്ട്. അതിൽ രോഗമില്ല, ഒരു പ്രശ്നമില്ല. സമാധാനം മതി. നമ്മളെ ശല്യം ചെയ്ത് നമ്മളൊന്ന് ഞാൻ പണ്ട് പറയും, ഈ പണ്ടിങ്ങനെ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ആക്രമണം നടക്കുമ്പോൾ ഞാൻ പറയും, കരിങ്കുരങ്ങിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ. എന്നിൽ ഔഷധ മൂല്യമില്ല, ഞങ്ങളെ വെറുതെ വിടുന്നു. എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുപോലെ എന്നിൽ അങ്ങനെ വലിയ ഔഷധ മൂല്യമില്ല, വിട്ടേക്കു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാനങ്ങനെ ഒരു ഉപദ്രവിയല്ലല്ലോ. ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കും, പിന്നെ നഷ്ടം കുറച്ചുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു മോശക്കാരനായ ആളല്ലേ, എന്നെ വിട്ടുകൂടെ പ്ലീസ്? തീർച്ചയായിട്ടും കൂടുതൽ സമാധാനം കൊടുത്താലേ കൂടുതൽ നല്ല കാര്യങ്ങൾ ഗണേശോട് ചെയ്യാൻ പറ്റും. നമ്മൾ ഞാൻ പുറത്തിറങ്ങാറില്ല. ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ പത്തനാപുരം വിട്ടിട്ട് പൊതുപരിപാടികൾ അങ്ങനെ പോകാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എവിടെങ്കിലും ചെല്ലും, എന്തെങ്കിലും കോമഡി പറയും, ഇത് ബെനയായി മാറും. ഇത് മനസ്സിലാക്കുന്ന വേറെ സെൻസിലെടുക്കും, എഡിറ്റ് ചെയ്തൊരു പീസ് വരും. പിന്നെ എനിക്ക് സമാധാനമില്ല, പോകുന്ന വഴിക്കല്ല എന്നെ വഴി തടയാനും വണ്ടിക്ക് വട്ടം ചാടാനും ഒക്കെ ആള് കറുത്ത കൊടിയൊക്കെ ആയിട്ട് വരും. കറുത്ത കൊടിയൊന്നും പ്രശ്നമില്ല, ഞാൻ എപ്പോഴും കറുത്ത ഉടുപ്പൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് സമാധാനം കെടുത്തുന്നത്? അതുകൊണ്ട് ഞാൻ കഴിയുന്ന ഓഫീസിൽ ഇരുന്ന് KSRTCയുടെ കാര്യം നോക്കും, നേരെ പത്തനാപുരത്തോട്ട് പോകും, അവിടുത്തെ കാര്യം നോക്കും, വീട്ടിൽ കിടന്നു. നമ്മൾ പോയി പ്രസംഗിച്ചത് കൊണ്ടൊന്നും
രാജ്യത്ത് ആരും നന്നാവും. അതെന്നാണ് ശരി. അല്ല, സോഷ്യൽ മീഡിയയുടെ അമിതമായ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? പണ്ടൊക്കെ പറയും അമ്മയെ തല്ലിയ രണ്ടഭിപ്രായം. ഇപ്പം ചിലരൊക്കെ സോഷ്യൽ മീഡിയ കണ്ട് സങ്കടപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയണ്ട, അമ്മയെ തല്ലിയ രണ്ടഭിപ്രായമായിരുന്നു, ഇപ്പോൾ 7 അഭിപ്രായമുണ്ട്. ശരിയാണ്. പല സൈസുണ്ട്. മറ്റേ ശരിയാണ്, അമ്മയെ തല്ലിയ ശരിയായില്ല എന്നൊരഭിപ്രായം, കുഴപ്പമില്ല എന്നൊരഭിപ്രായം. ഈ 2 അഭിപ്രായമുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ 7 അഭിപ്രായമുണ്ട്. അതുകൊണ്ട് പലരും ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് തകരും. മുകേഷ് ഒരിക്കലും തമാശ പറഞ്ഞു, ഇത് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്ക് ഒന്നുമില്ല. അപ്പം മുകേഷിനോട് പറഞ്ഞ്, പിന്നെ ഗണേശൻ നമ്മൾ ഈ വരുമ്പോൾ ചേട്ടാ അഭിനയം ഗംഭീരമായിരുന്നു ചേട്ടാ, എന്ത് നല്ല ആക്ടറാണ് ചേട്ടാ, അങ്ങനെയല്ലേ ചേട്ടാ. അപ്പോൾ മുകേഷ് പറയാം, സന്തോഷം കൊണ്ടങ്ങ് തുള്ളിച്ചാടും മനസ്സിൽ. പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇവൻ ആരടാന്ന് എടുത്തിട്ടൊരു അലക്കുണ്ട് പറയാം. അതോടെ നമ്മളെ ജീവിതം തകർന്നു. ഇത് രണ്ടിനും ഞാൻ തയ്യാറല്ല. പൊക്കുന്നതും വേണ്ട, താക്കുന്നതും വേണ്ട. ഞാൻ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഞാൻ പത്രം വായിക്കത്തില്ല. ഞാൻ പുറത്തേക്ക് അങ്ങനെ ഇതൊന്നും നോക്കാറുള്ള ആളല്ല. പത്രം വായിക്കുന്നില്ല. 2013 ശേഷം പേപ്പർ വായിച്ചിട്ട്. ശരി. പക്ഷേ എല്ലാ കാര്യവും ഞാൻ അറിയും. എൻ്റെ കാര്യം അറിയും, മനസ്സിലാക്കും. എനിക്ക് ആവശ്യമുള്ള കാര്യം. നമ്മളിപ്പോൾ നിങ്ങളുടെ ഒരു ദോഷപ്പെട്ട കാര്യം അറിയേണ്ട കാര്യം എന്താണ്? ബിജു നായർ ചെയ്യുന്ന ഒരു പരിപാടി കാണുമ്പോൾ നല്ല പുതിയ വണ്ടി, ഞാൻ നിങ്ങൾ പലപ്പോഴും വിളിക്കാറുണ്ട്, ഇതിൽ ഈ വണ്ടി കൊള്ളാമോ എന്നൊക്കെ ചോദിക്കും. പലപ്പോഴും ബൈജു എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പല വണ്ടിയും ഞാൻ വാങ്ങാത്തത്. ബൈജു വിളിച്ചു ചോദിക്കുമ്പോൾ ചേട്ടാ കുഴപ്പമില്ല, അത് മറ്റേനേക്കാൾ നല്ല ഇതാണെന്ന് പറയുമ്പോൾ നിന്നെ വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ എത്ര ലക്ഷം രൂപ ലാഭിച്ചു? അങ്ങനെ എത്ര കോടി രൂപ ലാഭിച്ചു എന്ന ആളാണ്. വേറൊരു വണ്ടി 6 മാസം കഴിഞ്ഞ് വരുന്നുണ്ടെന്നൊക്കെ എന്നോട് പറയും. അപ്പം ഞാൻ പിന്നെ ഇതങ്ങ് മാറും. ഈ സാരി വാങ്ങിക്കാൻ പോകുന്ന പോലെയാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ പ്രതിമ നിൽക്കും, അതിലൊരു നല്ല സാരി കാണും. അപ്പോൾ ഈ സാരി ആഗ്രഹങ്ങളെ മാറ്റാൻ പറ്റത്തില്ല, അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ഈ സാരി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഈ സാരി വാങ്ങിക്കണം, അയ്യോ ഇത്ര രൂപ വില ചോദിച്ചു, 3500 കയ്യിലില്ല, നാളെ വന്ന് വാങ്ങിക്കാമെന്ന് ചോദിച്ചു. പിറ്റേ ദിവസം വാങ്ങിക്കാൻ വന്നതാണ് ഇത് മാറ്റിയിട്ട് പച്ച സാരി കൊടുത്തിരിക്കുകയാണ് പ്രതിമ. അയ്യോ അതിനേക്കാൾ നല്ല ഇതല്ലേ എന്ന് ഇത് വാങ്ങിക്കാം. ഇത് ഞാൻ 2-3 ദിവസം കഴിയുമ്പോൾ 2-3 സാരി മാറി വരും. ചുരുക്കം പറഞ്ഞാൽ വാങ്ങിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ബൈജുവിനെ വിളിക്കുമ്പോൾ ബൈജു പറയും, ചേട്ടാ ഈ കാറല്ല വേറൊരു കാർ വരാനുണ്ട്, 6 മാസം സമയം എടുക്കും, അതായിരിക്കും നല്ലത് ഇതിനേക്കാൾ. 6 മാസം കാത്തിരിക്കും. അപ്പോൾ അതങ്ങ് പോയി, ഈ ആഗ്രഹം അങ്ങ് പോയി. അങ്ങനെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് എൻ്റെ കോടിക്കണക്കിന് രൂപ ലാഭിച്ചു തന്ന ബൈജുവിനോട് എനിക്ക് എന്നും നന്ദിയുണ്ട്. ഞാൻ നന്ദി തിരിച്ചാണ് പറയുന്നത്. KSRTC എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനത്തെ ഇപ്പോൾ നമുക്കറിയുന്ന പോലെ കേരളം എന്ന് പറയുന്നത്, നമ്മൾ കേരളത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നനഞ്ഞിടക്കുന്ന പച്ചപ്പുള്ള പാടത്തിനടുക്കൂടെ ഓടി വരുന്ന മഞ്ഞയും ചുവപ്പും എന്നുള്ളൊരു ബസ്സാണ് അല്ലേ. ഉള്ള നൊസ്റ്റാൾജിക്കുള്ള ഓർമ്മയാണ്. കാരണം നമ്മുടെ എല്ലാ മലയാളികളുടെ മനസ്സിൽ ആ ഒരു നൊസ്റ്റാൾജിക് ഒരു ചിത്രമുണ്ട്. ആ രീതിയിലാണ് നമ്മൾ KSRTCയെ പരിഗണിച്ചിരുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാതെ പോയതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു മാറ്റി നിർത്തേണ്ട ഒരു കാര്യമായിട്ട് കണ്ടത്. പക്ഷേ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് KSRTC തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും. ഇനി കഴിഞ്ഞ ദിവസം ഞാനും ശ്യാമും കൂടി ഡൽഹിയിൽ ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ MVDയെ സമ്മതിക്കണം, വൃത്തിയുള്ള വണ്ടികളെങ്കിലും നമുക്കുണ്ട്. കാരണം അവിടെയൊക്കെ ചില വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ഓടുന്ന എന്തൊരു പാപമാണ് നമുക്ക് തോന്നി. ആ തരത്തിൽ നമ്മളിപ്പോഴെല്ലാം പുതിയ വണ്ടി 60 വണ്ടി 65 വണ്ടികളും ഇപ്പം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. 40 വണ്ടിയോളം വന്നു, ഇനി ബാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. 65-70 മൊത്തം എല്ലാ ഓഫീസിലെയും വണ്ടികളെ ഞാനിപ്പോൾ പുതുക്കി അത് പുതുക്കിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഒരു കാര്യത്തിൽ അഭിമാനിക്കുക, എന്താ പറയുക, ഈ ലൈസൻസ് കണ്ണിൽ കാണുന്നവർക്ക് നമ്മളിത് റേഷൻ കാർഡ് എല്ലാവർക്കും കൊടുക്കും. കാരണം സർക്കാരിൻ്റെ പോളിസിയാണ് എല്ലാവർക്കും റേഷൻ കാർഡ് ഉണ്ടാവണം. പക്ഷേ എല്ലാവർക്കും ലൈസൻസ് ഉണ്ടാവണമെന്ന് സർക്കാരിൻ്റെ പോളിസിയല്ല. അറിയാവുന്നത് മാത്രം ലൈസൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ലൈസൻസ് കർശനമാക്കിയപ്പം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, CM ഞാനിങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞു, നല്ല ലൈസൻസ് കൊടുത്താൽ മതി, അല്ലാത്തൊരു വണ്ടി ഓടിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ആ ഒരു ബലത്തിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇന്ന് കേരളത്തിലെ വിജയ ശതമാനം 48 മുതൽ 50% ഉള്ളൂ. മറ്റേ 100 പേര് എഴുതിയാൽ 99.9 പേരും ചെയ്യും. നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞ ലൈസൻസ് ഒക്കെ പക്ഷേ ഓടിച്ചിട്ടൊന്നുമില്ല എന്തൊക്കെ പറയുന്നത് എത്രയോ പേരുണ്ട്. പഴയ അടുത്ത ദിവസം തന്നെ ഇവിടെ ഇഞ്ചക്കൽ ഒരാൾ തിരുവനന്തപുരത്ത് വണ്ടി 2018 ലൈസൻസ് എടുത്ത കൈ ഒന്ന് തെളിയിക്കാൻ നോക്കിയതാണ്. ഒരാളെ ഇടിച്ചു കൊന്നു. അപ്പം തന്നെ രാവിലെ തന്നെ ഇറങ്ങിയപ്പോഴേ കാര്യം കഴിച്ചു. അപ്പോൾ ഇതെല്ലാം ലൈസൻസ് കിട്ടിയിട്ടാണ് നമ്മൾ കൈ തെളിയിക്കുന്നത്. എന്നിട്ടാണ് കൈ തെളിയും. ഇപ്പോൾ KSRTC ഡ്രൈവിംഗ് സ്കൂളുണ്ട്, വേണമെങ്കിൽ ബൈജു ഒരു ദിവസം സന്ദർശിക്കണം. അവിടെ കൈ തെളിയണ്ട, അവിടെ ലൈസൻസ് എടുക്കുന്ന ഒരു വണ്ടി റോഡിലേക്ക് ഓടിച്ചാണ് പോകുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ലൈസൻസ് കൈമാറിയ ദിവസം അവരവരെ കാറ് റോഡിലേക്ക് ഓടിച്ചിട്ട് നാഷണൽ ഹൈവേയിലേക്ക്, ആ ലുലുവിൻ്റെ മാളിൻ്റെ അവിടെയുള്ള നാഷണൽ ഹൈവേയിലേക്ക് ഇറങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പഠിപ്പിക്കണം. കേരളത്തിൽ അങ്ങനെ ഇപ്പം വാരി കൊടുക്കുന്നില്ല. ഇനി ആരെന്ത് ബഹളം വെച്ചാലും എന്നോട് എന്ത് വിരോധം തോന്നിയാലും, കാരണം എനിക്കല്ല പ്രശ്നം, നമ്മളൊക്കെ അങ്ങ് പോകും. നാളെ ഒരു തലമുറ ഈ ലൈസൻസ് ടു കില്ലാണിത്, ലൈസൻസ് ടു ഡ്രൈവ് ആയിരിക്കും. ലൈസൻസ് ടു കിൽ ലൈസൻസുമായിട്ട് ഇറങ്ങി ഒരു തലമുറ, അടുത്തൊരു തലമുറയ്ക്കെങ്കിലും ഗുണം പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കർശനമാക്കിയത്. തീർച്ചയായിട്ടും ഒരു ദിവസം പരീക്ഷ എഴുതുന്നതിൽ 48 മുതൽ 50% മാത്രമേ കേരളത്തിൽ വിജയ ശതമാനമുള്ളൂ. അതിൽ സർക്കാരിന് അഭിമാനമുണ്ട്, ഒരു തെറ്റുമില്ല. അത് നല്ലതാണ്. അപ്പോൾ അതെ, അതും ലൈൻ ട്രാഫിക് ഒന്ന് ശരിയാക്കി എടുക്കണമെന്ന് ഒരു പൗരൻ എന്നുള്ള അല്ലെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലൈൻ ട്രാഫിക് സ്ട്രിക്റ്റ് ആകും. അപ്പോൾ അതോടൊപ്പം ഞാൻ ഈ ലൈൻ ട്രാഫിക് ഓടിക്കാൻ വേണ്ടി ഇപ്പം ഇവിടെ വണ്ടി ഓടിക്കാറില്ല. നീ ഗൾഫിൽ ലൈസൻസ് ഉണ്ട്, ഞാൻ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് തിരിച്ചു അങ്ങോട്ട് പോകുന്ന തന്നെ വണ്ടി ഓടിക്കാനാണ്. അതെ സത്യം, ഇവിടെ രക്ഷയില്ല. എനിക്ക് ഏറ്റവും ടെൻഷൻ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കാൻ
ഏറ്റവും മനസ്സിന് ടെൻഷനുള്ള സമയത്ത് ഞാൻ വണ്ടി ഓടിക്കും പകരം വണ്ടി ഓടിക്കും മാറും. കേരളത്തിലാണെങ്കിൽ തിരിച്ചായി കേരളത്തിലാണെങ്കിൽ ഇത് ഡബിൾ ആവും, അതിൻ്റെ ടെൻഷൻ കൊണ്ട് വരുന്നത്. ശരി ശരി. പക്ഷെ വെളിയിൽ പോയാൽ ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ പോകുന്ന തന്നെ ഈ ലൈസൻസ് ഉള്ളതുകൊണ്ടാണ് വാഹനം ഓടിക്കാൻ വണ്ടി ഓടിക്കാം. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ടെൻഷൻ വരുമ്പോൾ എല്ലാ സ്കോഫൊക്കെ ഡ്രൈവ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇവിടെ പറ്റുകയില്ല. അല്ലെങ്കിൽ രാത്രി ആയിരിക്കും, രാത്രി പോലും ഇപ്പോൾ രക്ഷയില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ചെലവഴിച്ചതിന്. അപ്പം എല്ലാവിധ ഭാവങ്ങളും എല്ലാ പരിപാടികളും എല്ലാ എപ്പിസോഡും കാണുന്നുണ്ട്, സന്തോഷം. താങ്ക് യു. നമ്മളെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ രക്ഷിക്കും. ശരി, താങ്ക് യു. ഏതായാലും അത് കാണുമ്പോൾ പലപ്പോഴും ഈ വണ്ടികളെ പറ്റി ഒരു രസം തോന്നാറുണ്ട്. താങ്ക് യു. ശരി, നന്ദി. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.